ശ്രീ യുവരാജ് ഗോകുൽ, ഇത് ഇപ്പോൾ ഏകദേശം തീരുമാനമായി വന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ കണ്ടതാണ് 2019 അവിടെ വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ടി സിദ്ദിഖ് പ്രചാരണം തുടങ്ങിയിരുന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പൊടുന്നനെ വന്നത്. അതിനെയാണല്ലോ ഇടതുപക്ഷം ചോദ്യം ചെയ്തത്. ഇത്തവണ പക്ഷേ റായ് ബറേലിയിൽ സുരക്ഷിതനാണ് എന്നൊരു തോന്നൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം SP-യുമായി ഉത്തർപ്രദേശിൽ ബന്ധം സ്ഥാപിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അപ്പോൾ അഖിലേഷിന്റെ ഒരു ഉറപ്പ് അവിടെ നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു സീറ്റ് കൂടി തേടുകയാണെങ്കിൽ അത് കർണാടകത്തിലോ തെലങ്കാനയിലോ ആകാം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിയെ ദുർബലമാക്കുന്നു എന്ന പഴി കേൾക്കേണ്ടതില്ല. അതുകൊണ്ട് രാഹുൽ വയനാട്ടിൽ നിന്ന് പിന്മാറുന്നു. അല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം സീറ്റ് അമേഠിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് ഗാന്ധി കുടുംബത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ഒപ്പം നിലനിന്നിരുന്ന ഒരു സീറ്റായിരുന്നു. അത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൈമോശം വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിൻ്റെ ഒരു തുടക്കം 2014 തന്നെ അതിൻ്റെ സാധ്യതകൾ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ തവണ അവരെത്തിയപ്പോഴേക്കും അവർ കേരളത്തിലേക്ക് വരികയും വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്തു. വയനാട്ടിൽ അവർ മത്സരത്തിന് എത്തിയതോടുകൂടി തന്നെ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി അപഹാസ്യനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഇന്ത്യ മുന്നണിയെ രക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുന്നണി തൽക്കാലം നിലവിലില്ല എന്നുള്ളതാണ് അതിനകത്തൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എവിടെയാണ് ഈ മുന്നണി നിലനിൽക്കുന്നത്? ബീഹാറിൽ ആ മുന്നണി ഉണ്ടാക്കിയ ആൾ നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാർ അത് വിട്ടുപോയി. RLD എന്ന് പറയുന്നൊരു പാർട്ടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആ പാർട്ടി ഇന്ന് അവർക്കൊപ്പം ഇല്ല. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രബലമായ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഒന്നിനൊന്ന് വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുന്നണി നിലവിലില്ല. പിന്നെ ഇല്ലാത്തൊരു മുന്നണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വയനാട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതുകൊണ്ട്, വയനാട്ടിൽ മത്സരിച്ചത് കൊണ്ട് അതിന്റെ പ്രയോജനം കിട്ടിയത് സംസ്ഥാന കോൺഗ്രസിനാണ്. ഈ 19 സീറ്റ് നേടിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് രാഹുലിന്റെ വരവാണ്. അത് LDF വിലയിരുത്തിയ ഒരു കാര്യമാണ്. അന്നും ചോദിച്ചിരുന്നു LDF എന്തുകൊണ്ട് BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്ന്. പക്ഷേ ഇത്തവണ ആ ഒരു ചോദ്യം ഒഴിവാക്കുവാൻ എന്തായാലും രാഹുൽ ഗാന്ധി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇങ്ങനെയൊരു ഉറപ്പ് ഇന്ത്യ മുന്നണി ദുർബലമാകുമെന്ന് പറയുമ്പോഴും ഇതുവരെ അത് ആടി ഉലഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു ശ്വാസം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം വഴി ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ ഒരുപാട് സീറ്റ് ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു താൽക്കാലിക ആശ്വാസം ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സമ്മതിക്കേണ്ടി വരും. പക്ഷേ ഇത് BJP എന്ത് ചോദ്യം ഇത്തവണ ഉയർത്തും രാഹുൽ ഗാന്ധിക്ക് നേരെ? നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം ഉയർത്താൻ പറ്റുമോ ഇത്തവണ? രണ്ടിടങ്ങളിലും BJP-ക്കെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ. മഞ്ജുഷ, രണ്ട് കാര്യം. ഒന്ന് ചെറിയ ശ്വാസം കിട്ടി എന്ന് പറഞ്ഞ വിഷയത്തിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കി. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റിലുമായിട്ടുള്ള വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 56%, 56% ആണ്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാൽ പോലും, ഇനി അവർ നോട്ടയെയും ബാക്കി എല്ലാ കക്ഷികളെയും കൂടി ഒരുമിച്ച് കൂട്ടിയാൽ പോലും 44% വരെ മാത്രമേ വരാൻ പോകുന്നുള്ളൂ. ഇതിപ്പോ നിലയില്ലാ കയത്തിൽ പെട്ടുപോയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൂട്ടി പിടിക്കുന്നത് കൊണ്ട് രണ്ടുപേരും മുങ്ങും എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ആർക്കും ശ്വാസമൊന്നും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്ന് പറയുന്നത്, അദ്ദേഹം BJP-യുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഗതം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇനിയിപ്പോൾ കർണാടകയിലോ തെലങ്കാനയിലോ ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ ഏതെങ്കിലും സീറ്റിലോ അദ്ദേഹത്തിന് സൗത്ത് ഇന്ത്യയാണ് സേഫ് എന്ന് തോന്നുന്നെങ്കിൽ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് വരട്ടെ. സൗത്ത് ഇന്ത്യയിൽ BJP-യുടെ ലോക്കൽ ലീഡേഴ്സുമായിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യട്ടെ. അദ്ദേഹത്തിന് അവിടെയും അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് ഈ കുറെ കാലങ്ങളായിട്ട് ഞാൻ 2004, 2005 മുതൽ ഈ രാഹുൽ ഗാന്ധി കമ്മിങ് ഓഫ് ഏജ് എന്നും പറഞ്ഞിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആർട്ടിക്കിളുകൾ എല്ലാ 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ രാഹുൽ ഗാന്ധി ഹാസ് കെയിം ഓഫ് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പക്വത വന്നു, അദ്ദേഹത്തിന്റെ നേതാവായി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ് കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ തെലങ്കാനയിലോ കർണാടകയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബേക്കറി ഉള്ള ഒരു സ്ഥലം നോക്കി അദ്ദേഹം പോയി മത്സരിക്കട്ടെ. അവിടുത്തെ മുട്ട പപ്സ് അദ്ദേഹം കഴിക്കട്ടെ, അവിടുത്തെ പരിപ്പ് വടയും ചായയൊക്കെ കുടിക്കട്ടെ. അദ്ദേഹം അതിൻ്റെ ഫുഡ് വ്ളോഗിങ്ങോ റിവ്യൂയിങ്ങോ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നടത്തട്ടെ. അദ്ദേഹത്തിന് BJP-ആയിട്ട് അദ്ദേഹം നേരിട്ട് ഫൈറ്റ് ചെയ്യട്ടെ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയപരമായ സർക്കസുകൾ ഇതോടുകൂടി നിൽക്കുമല്ലോ. അത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ മറ്റൊന്നും തന്നെ ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഉദിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, BJP-യെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു എവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളതൊരു വിഷയമേ അല്ല. BJP-യെ സംബന്ധിച്ച് BJP-യുടെ കാൻഡിഡേറ്റുകൾ എവിടെ മത്സരിക്കുന്നു, 370 സീറ്റുകൾ BJP-ക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് BJP-യുടെ വിഷയം. അല്ലാണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ടോ, സോണിയാഗാന്ധി രാജ്യസഭയിലേക്കാണോ പോകുന്നത്, ഒന്നും BJP-യുടെ വിഷയമല്ല. ശരി ശ്രീ